ഇന്ന് വണ്ണം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും എല്ലാം വേണ്ടി ഫാറ്റ് ലോസ് ഡ്രിങ്കുകൾ, ജ്യൂസുകൾ ഇവയുടെ പുറകെയാണ് എല്ലാവരും. എന്നാൽ ഇത്തരത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഡ്രിങ്കുകൾ, ജ്യൂസുകൾ ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കുറയുമോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ ശരീരഭാരം കുറയണമെന്നും കൊഴുപ്പ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോശങ്ങൾക്കകത്ത് അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ അവിടെ നിന്നും തിരിച്ചിറക്കി രക്തത്തിലേക്ക് വന്ന് കത്തിച്ച് ഊർജ്ജമാക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കാലറി ആവശ്യമായിട്ട് വരുന്ന ഘട്ടം, അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഊർജ്ജം നമ്മുടെ ശരീരത്തിന് വേണമെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഊർജ്ജം എത്താതിരിക്കണം. അതായത് ഒന്നുകിൽ കാലറി ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കണം, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരം വ്യായാമം ചെയ്ത് കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കണം. ഈ രണ്ട് മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം രക്തത്തിലേക്ക് എത്തുന്ന കൊഴുപ്പ് അവിടെ നിന്ന് നമ്മുടെ മസിലുകൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോശങ്ങൾക്കകത്ത് ഇവയെ കൊഴുപ്പിനെ കത്തിച്ച് ATP ആക്കി ഊർജ്ജമാക്കി ഉപയോഗിച്ച് ബാക്കി ബൈ പ്രോഡക്റ്റ് പുക പോലെ ശരീരത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും വേർതിരിക്കുന്നു. ഈ ഒരു പ്രോസസ് നടന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയുകയുള്ളൂ, വണ്ണം കുറയുകയുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് കുടിച്ചതിന്റെ പേരിൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അരിഞ്ഞു പോവുകയോ കത്തിപ്പോവുകയോ ചെയ്യുകയില്ല. ഇത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായി വ്യായാമം ചെയ്യുക, ഭക്ഷണത്തിന്റെ അളവ് നിയന്ത്രിക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫാറ്റ് ലോസ് ഡ്രിങ്കുകളുടെ പുറകെയോ ജ്യൂസുകൾ കലക്കി കുടിച്ചിട്ടോ പ്രയോജനമില്ല. എല്ലാവരുടെയും അറിവിലേക്ക് സത്യാവസ്ഥ ഒന്ന് ഷെയർ ചെയ്യൂ.